ഇതിനപ്പുറം എല്ലാം ബസ്സുകളാണ്. നിങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം മരം വന്ന് വലിയ വനം പോലെ കിടക്കുക. പക്ഷേ ഇതിനെല്ലാം ബസ്സുകളുടെ മുകളിൽ കാട് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തെ പുരയിടത്തിൽ 17 ബസ് കിടപ്പുണ്ട്. ഇത് പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ്. അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ്. ഈ ബസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് കിടന്ന് നശിക്കുകയാണ്. 40 ലക്ഷം രൂപ മുടക്കിയെടുത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ ഇന്നത്തെ കോലം കണ്ടോ, കാട് കയറി നശിച്ച് കിടക്കുക. ഇവിടെ മൊത്തം ഏതാണ്ട് 27 ബസ് കിടപ്പുണ്ട്. എനിക്ക് ഏതാണ്ട് 10-25 കോടി രൂപയുടെ നഷ്ടം ഇതുമൂലമുണ്ട്. ഞാൻ ആയതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത്. ഈ വണ്ടികളിൽ ഭൂരിപക്ഷം ലോണുള്ള വണ്ടികളായിരുന്നു. ഈ വണ്ടി ബോഡി ചെയ്ത് വന്നിട്ട് 1 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ഒരു പുതിയ ബസ്സാണ് നിങ്ങൾ കാണുന്നത്. ഈ വണ്ടി ബോഡി ചെയ്ത് വന്നിട്ട് ഒരു ദിവസം പോലും റോഡിൽ ഓടിയിട്ടില്ല. അപ്പോൾ എനിക്ക് 440 ജോലിക്കാരുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട്. അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ട് ഒരാളാണ്. എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. ബാധ്യതകൾ ഒരുപാടുണ്ട് എനിക്ക്. സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ആലോചിച്ചിട്ടേ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരാവൂ.